ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രാവിലത്തെ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികളായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായയിൽ തന്നെ തുടങ്ങാം. ആദ്യം തിളക്കുന്ന പാലിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചതാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കതിനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ചായയിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ തലേന്ന് അരച്ച് വെച്ച ദോശമാവുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണിൽ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. മാവ് അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുടാൻ ആവശ്യത്തിനുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ദോശ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ അതിൻ്റെ മേലെ കൂടി ഒഴിച്ച് കൊടുക്കണേ. നമുക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോഴാണ് ദോശ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുക. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് മുരിഞ്ഞ് വന്ന ടൈമിൽ നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇനി അതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ദോശകളും അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ദോശയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടി അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 2 സവോളയും ഒരു തക്കാളിയും ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വേറെ വേറെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം.
അപ്പോൾ ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണിൽ അളവിലാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ വീണ്ടും ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നവരെ ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.